സൂപ്പർ പടം. കാരണം ഇത് ഈ ഡയറക്ടറിന്റെ മുമ്പത്തെ പടം ബീസ്റ്റ് അത്ര രസമല്ലാത്തതുകൊണ്ട് ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാലും ലാലേട്ടൻ രജനീകാന്തൊക്കെ ഒരുമിച്ച് വരുന്ന പ്രതീക്ഷ ഉണ്ട്. എങ്കിലും ചെറിയൊരു മനസ്സില്ലായ്മയോടാണ് കണ്ടത്. പക്ഷേ ഒന്നും പറയണ്ട, അടിപൊളി പടം. 3 മണിക്കൂർ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. കാരണം ബീസ്റ്റിൽ നിന്ന് ഒത്തിരി മാറിയിട്ടുണ്ട്. പടം ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുണ്ട്. കാരണം എസ്പെഷ്യലി രജനീകാന്തിനെ അടിപൊളിയായിട്ട് നമുക്ക് ഈ പടത്തിൽ കാണാം. ഞാൻ ഉറപ്പായിട്ട് പറയും, ഈ പേട്ടയ്ക്ക് ശേഷം ഇത്രത്തോളം സ്റ്റൈലായിട്ട് രജനീകാന്തിനെ വേറെ പടത്തിൽ കണ്ടിട്ടില്ല. മൊത്തത്തിൽ ഒരു തലൈവർ ഷോയാണ്. നമ്മൾ ഗെറ്റ് രജനിഫൈഡ് എന്നൊക്കെ പറയുമ്പോൾ രജനീകാന്തിൻ്റെ ഒരു പക്ക സ്റ്റൈലായിട്ടുള്ള അഴിഞ്ഞാട്ടമാണ് പടത്തിലുള്ളത്. അതിനോടൊപ്പം തന്നെ ഇവർ നമ്മളെ ലാലേട്ടൻ എടുത്ത് പറഞ്ഞു, ലാലേട്ടൻ എൻട്രി എല്ലാം അടിപൊളിയാണ്. രജനീകാന്തുമായിട്ടുള്ള കോമ്പിനേഷൻ സീനായാലും പിന്നെ ക്ലൈമാക്സ് പാർട്ടിൽ ലാലേട്ടൻ്റെ ഒരു ചെറിയ റീ എൻട്രി ഉണ്ട്, അതും അടിപൊളിയാണ്. പിന്നെ കന്നഡയിലെ സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാർ, ജാക്കി ഷ്രോഫ് എല്ലാവരും ഗംഭീരമായിട്ടുണ്ട്. പിന്നെ വില്ലനായിട്ട് അഭിനയിച്ച നമ്മുടെ വിനായകനാണ്, പുള്ളിയും ഗംഭീരമാണ്. മൊത്തത്തിൽ ഒരു അടിപൊളി എൻ്റർടൈൻമെൻറ്റ് പടം. പിന്നെ ഒരു പേര് ഉറപ്പായിട്ടും പറഞ്ഞാൽ അനിരുദ്ധ് രവിചന്ദ്രൻ. കാരണം പുള്ളിയുടെ BGM വർക്ക് ഒരു രക്ഷയില്ല. എനിക്കൊന്ന് പുള്ളി മരിച്ച് ഈ സിനിമയ്ക്ക് അത് പണിയെടുത്തിട്ടുണ്ട്. കാരണം പലയിടത്ത് ഈ പടം ഒന്ന് താഴുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് നമുക്ക് മൂഡ് ഔട്ട് ആകുമ്പോൾ പുള്ളിയുടെ BGM വർക്കാണ് ഈ പടത്തെ മൊത്തത്തിൽ എലിവേറ്റ് ചെയ്യുന്നത്. കാരണം തലൈവറിൻ്റെ സീനായാലും ലാലേട്ടൻ്റെ സീനായാലും ഈ സീനെല്ലാം വേറൊരു തരത്തിൽ എൻഹാൻസ് ചെയ്യുന്നത് അനിരുദ്ധിൻ്റെ BGM വർക്കാണ്. അനിരുദ്ധിൻ്റെ ഗംഭീര വർക്കാണ്. മൊത്തത്തിൽ നമുക്ക് വേറൊന്നും കഥയെപ്പറ്റി ഒന്നും കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട. പോയിരുന്ന് കാണുക, കൈയടിക്കുക, വിസിലടിക്കുക, സന്തോഷത്തോടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരിക. പക്ക ഒരു എൻ്റർടൈൻമെൻറ്റ് കംപ്ലീറ്റ് ആക്ഷൻ പടം. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു പടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ അത് താല്പര്യമില്ലായിരുന്നു. കാരണം നെൽസൻ്റെ പറഞ്ഞ ബീഫിൻ്റെ ക്ഷീണം അത് വല്ലാത്തൊരു ക്ഷീണം തന്നെയായിരുന്നു. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു ഇഷ്ടം തോന്നിയ ഒരു പടമായി മാറി. കാരണം ജയിലർ എന്ന് പറഞ്ഞ സംഭവം രജനീകാന്ത് സാറിൻ്റെ കുറച്ച് ഗ്യാപ്പിന് ശേഷം ഒരു നല്ല പെർഫോമൻസ് ഫീൽ ചെയ്ത ഒരു പടമാണ്. അതുപോലെ തന്നെ നമ്മളെ മലയാളത്തിന് വിനായകൻ കമ്മട്ടി പടത്തിന് ശേഷം എന്താ പറയുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനം തമിഴിൽ. അതുപോലെ തന്നെ ലാലേട്ടൻ, അത് പറയാതിരിക്കാൻ വയ്യ. വന്ന സമയം തൊട്ടുള്ള ആ ഒരു ഫീലെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ്. പിന്നെ ക്ലൈമാക്സിനോട് അടുത്ത് ഉള്ളൊരു ഷോട്ടുണ്ട്, ലാലേട്ടൻ്റെ ആ ഇറക്കവും ആ വരവും എല്ലാം കാണുമ്പോൾ തന്നെ ഒരു ഗൂസ് ബംസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. എന്താ പറയുക, പിന്നെ ഒരു ഡോക്ടർ ടച്ച് മോഡാണ് സത്യം പറഞ്ഞാൽ പോകുന്നത്. പക്ഷേ എന്നാലും എന്താ രജനീസാറിൻ്റെ ആ ഒരു ഏജിന് പറ്റിയൊരു പെർഫോമൻസ് ലെവലാണ്. നമുക്ക് നല്ലൊരു ഫീലുണ്ട്. എനിക്ക് പേട്ടയ്ക്ക് ശേഷം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ തോന്നിയത് ഇത് തന്നെയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് വീണ്ടും ഒന്നും കൂടെ കാണണമെന്ന് താല്പര്യം തോന്നി ആ ഒരു സംഭവം. പടം സൂപ്പറായിരുന്നു. സൂപ്പർ കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അണ്ണാത്തേക്ക് ശേഷം അണ്ണാത്തെ ആ ക്ഷീണം ഇതിൽ മാറ്റിയിട്ടുണ്ട്, നന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. അനിരുദ്ധിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ ലാലേട്ടൻ ചെറിയൊരു ക്യാമിയോ റോളിലാണ് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി സ്ക്രീനിൽ വന്ന സമയത്തെല്ലാം പുള്ളി നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ, ഉറപ്പായിട്ടും നല്ല പടം. ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു പടവും അടിപൊളിയാണ്. രോമാഞ്ചം ഫീലിംഗ് തന്നെ, കിടിലം സൂപ്പർ മൂവി. എല്ലാ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററാണ്. അടിപൊളി, പോയി കണ്ടാലേ മനസ്സിലാവും. അടിപൊളിയാണ്. നല്ല പടമാണ്, നല്ല പടം. എനിക്കിഷ്ടപ്പെട്ടു. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ലതായിരുന്നു. ലാലേട്ടൻ അടിപൊളി ലുക്കാണ്. നല്ല സിനിമയാണ്, നല്ല അടിപൊളി സിനിമയാണ്. എല്ലാവരും കാണേണ്ട ഒരു പടം തന്നെയാണ്. രജനീകാന്തിൻ്റെ മാസ്സായിട്ടുള്ള ഒരു ആറാട്ടാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്റ്റൈലും നല്ല പോലെ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇതിലുള്ളത്. മോഹൻലാൽ അതിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ തെലുങ്ക് സൂപ്പർ സ്റ്റാറൊക്കെ അടിപൊളി, നല്ല ആക്ടിങ്ങും നല്ല ഇതാണ് പെർഫോമൻസും. എല്ലാവരും കാണേണ്ട ഒരു മൂവി തന്നെയാണ്, നല്ല പടമായിരുന്നു. എന്തായാലും നല്ലൊരു മൂവി എന്ന് പറഞ്ഞാൽ രജനീകാന്തിൻ്റെ ഒരു കംബാക്കാണ്. അതിൽ മോഹൻലാലിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ ആ വരുന്ന മാസ് എൻട്രി ആയിരുന്നാലും എല്ലാം ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എല്ലാവരും വന്ന് കാണുന്ന അടിപൊളി പടം. കൊള്ളാം, ഓക്കെ, നല്ല മോഹൻലാൽ. എല്ലാവരും വേറെ ലെവല്, എല്ലാവരും സെറ്റ്. അങ്ങനെ കൊള്ളും പറയാനൊന്നുമില്ല. വിനായകൻ്റെ റോളൊക്കെ പക്ക, എല്ലാവരുടെ റോളും പക്ക, അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല. പേട്ടയും വിക്രമകാട്ടിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രയ്ക്കെ ഉണ്ട്, കമ്പയർ ചെയ്തതല്ല, എന്നാലും അതിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടു. ഹൈപ്പിനനുസരിച്ച് കിട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പടമല്ലേ, എന്ത് പറയാം, ഒന്നും പറയാനില്ല, ഒന്നും ഒരു കുറ്റവും പറയാനില്ല. എല്ലാം ഗംഭീരമായിരിക്കും. സംവിധാനം എപ്പോഴും പൊളിച്ചടുക്കുമല്ലോ. പടം വേറെ ലെവൽ, പൊളിയാണ്, കിടിലായിട്ടുണ്ട്. രജനി ഒരു വിഷയമില്ല. മോഹൻലാൽ ലാലേട്ടനൊക്കെ വേറെ തന്നെയാണ്, കിടിലായിട്ടുണ്ട് പടം. പൊളിയായിരുന്നു കേട്ടോ, കിടിലായിരുന്നു പടം. മലയാള സിനിമയിൽ ഇല്ല പടം പൊളിയായിരുന്നു കേട്ടോ, പടം സൂപ്പറായിരുന്നു. തലൈവറിന്റെ ഒരു കംബാക്കാണോ? സത്യം നല്ല കംബാക്കാണ്. ബീസിന് ശേഷം നല്ല കംബാക്കാണ്, വലിയ കംബാക്കാണ്. അടിപൊളിയായിരുന്നു, പൊളി പടമായിരുന്നു, സൂപ്പറായിരുന്നു. പൊളി, ലൈക്ക് 3 ഫിലിം കാറ്റഗറിയിലത്തെ 3 ആൾക്കാരെ വന്ന് അടിച്ചു പൊളിച്ചു. ലാലേട്ടൻ സൂപ്പർ, അടിപൊളി, கொல்லாம் தலைவர் திரும்பி வந்துட்டேன்னு சொல்லு.